നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് പാമ്പുകടിയേറ്റ് 2 മരണം. കണ്ണൂർ പട്ടുവം സ്വദേശി നഫീസ, ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷി എന്നിവരാണ് മരിച്ചത്. വിവിധയിടങ്ങളിൽ ഇന്നും ആളുകൾക്ക് പാമ്പുകടിയേറ്റു. കണ്ണൂർ പട്ടുവം മുതുകുട സ്വദേശി നഫീസയ്ക്ക് വെള്ളിയാഴ്ചയാണ് പാമ്പുകടിയേറ്റത്. വെള്ളിക്കെട്ടനാണ് കടിച്ചത്. ആശുപത്രിയിലെത്തിച്ച ശേഷമാണ് പാമ്പുകടിയേറ്റതാണ് എന്ന് മനസ്സിലായതെന്ന് അയൽവാസികൾ. വെള്ളിയാഴ്ച ഉച്ചക്കാണ് കടിയേറ്റത്. പക്ഷെ പാമ്പാന്നുള്ളത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരുടെ മകളുടെ മകന് പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല, ക്ഷീണാവുന്നു എന്നിട്ട് അവിടെ കടന്നിട്ടുണ്ടായത്. അപ്പോൾ അപ്പാടന്നെ എൻ്റെ ഉമ്മ നാട്ടിലുണ്ടായിരുന്നില്ല, പുറത്ത് ജോലിക്ക് വന്നതാണ്. അപ്പം അങ്ങനെ അവരെ വിളിച്ചു, അവർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷിക്ക് വീടിന് സമീപത്ത് വെച്ചാണ് പാമ്പുകടിയേറ്റത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ എണ്ണം 7ആയി. എറണാകുളം ചെറായിലെ റിസോർട്ടിൽ താമസിക്കാനെത്തിയ കോയമ്പത്തൂർ സ്വദേശിയായ യുവതിക്ക് പാമ്പിന്റെ കടിയേറ്റു. യുവതി അപകടനില തരണം ചെയ്തു. കൊല്ലം രാമൻകുളങ്ങരയിൽ സുദേവൻ എന്നയാളെ വിഷമില്ലാത്ത ചുരുട്ട ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 51കാരന് അണലിയുടെ കടിയേറ്റു. മുരണി സ്വദേശി രതീഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പത്തനംതിട്ട തിരുവല്ല കുറ്റപ്പുഴയിലാണ് ATM കൗണ്ടറിനുള്ളിൽ പാമ്പിനെ കണ്ടത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ അനോഷ് എന്ന 10 വയസ്സുകാരന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അനോഷിന്റെ സഹോദരൻ ആൾജോ പാമ്പുകടിയേറ്റ് മരിച്ചിരുന്നു. 24 കണ്ണൂർ. സംസ്ഥാനത്ത് ശമനമില്ലാതെ കൊടും ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലായി 4 പേർക്ക് സൂര്യാതപമേറ്റു. കൊടും ചൂടിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ 40ഉം കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. വയനാടും ഇടുക്കിയും ഒഴികെ 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ 3 പേർക്ക് സൂര്യാതപമേറ്റു. ലക്കിടി കൂട്ടുപാതയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ജയനും ഒറ്റപ്പാലം സ്വദേശി ജയശ്രീ, അട്ടപ്പാടി സ്വദേശി പളനിസ്വാമി എന്നിവർക്കാണ് സൂര്യാതപമേറ്റത്. പത്തനംതിട്ട ഇലന്തൂരിൽ വീട്ടമ്മയ്ക്കാണ് സൂര്യാതപമേറ്റത്. കഴിഞ്ഞ ദിവസം കണ്ണിന് താഴെയും മുഖത്തും പൊള്ളലേറ്റെങ്കിലും പിന്നീടാണ് സൂര്യാതപമെന്ന് മനസ്സിലായതെന്ന് വിലാസിനി അമ്മ പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽമഴ തുടരുമെന്നാണ് പ്രവചനം. ബുധനാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ടാണ്. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ അൾട്രാ വയലറ്റ് സൂചിക 8-ലെത്തി. ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇവിടെ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കരുതെന്നാണ് നിർദ്ദേശം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. പാറശാല റെയിൽവേ സ്റ്റേഷനു സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സൂര്യാഘാതമേറ്റുള്ള മരണമെന്നാണ് സംശയം. നെടുവാൻപിട സ്വദേശി ജയചന്ദ്രനാണ് മരിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇത് സ്ഥിരീകരിക്കാറായോ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? അല്ല, ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പാറശാല പോലീസ് അറിയിച്ചിരിക്കുന്ന വിവരം. ഈ പാറശാല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ ഭൂമിയിലാണ് നെടുവാൻവിള സ്വദേശിയായിട്ടുള്ള ജയചന്ദ്രനെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. 56 വയസ്സായിരുന്നു. ഇയാൾ പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഉടൻ തന്നെ പാറശാല പോലീസിനെ വിവരമറിയിച്ചു. പാറശാല പോലീസ് എത്തി ഈ മൃതദേഹം പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകണം. അതിനുശേഷം മാത്രമായിരിക്കും സൂര്യാഘാതമാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ കഴിയുക. പക്ഷേ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളല്ല എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിൽ നടക്കം വിവരശേഖരണം അത് പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. അനുജ, ശരി. പാറശാലയിലാണ് റെയിൽവേ സ്റ്റേഷന് സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൂര്യാഘാതമേറ്റുള്ള മരണമാണോ എന്നൊരു സംശയമുണ്ട്. അത് സ്ഥിരീകരിക്കാൻ കഴിയുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത വാർത്ത. സംസ്ഥാനത്തെ അപ്രഖ്യാപിത പവർക്കട്ടിൽ വലഞ്ഞ ജനം. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി 10 മുതൽ 15 മിനിറ്റ് വരെ സംസ്ഥാനത്ത് പവർക്കട്ട് വ്യാപകമാണ്. KSEB ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉത്പാദനം ആശങ്കയിലാണ്. അടിയന്തര സാഹചര്യത്തിൽ ദിവസേന 250 മെഗാവാട്ട് വൈദ്യുതി വരെ പുറത്തുനിന്ന് വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. അതികഠിനമായ ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. നിലവിൽ വൈദ്യുതി നിയന്ത്രണം എന്ന നിലയിൽ നടപ്പാക്കുന്ന 10 മുതൽ 15 മിനിറ്റ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അരമണിക്കൂർ ഷെഡ്യൂൾഡ് ലോഡ് ഷെഡിംഗ് ആക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് KSEB.
അതിനിടെ അടിയന്തര സാഹചര്യത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. യൂണിറ്റിനു പരമാവധി 10 രൂപ നിരക്കിൽ ദിവസേന 250 മെഗാവാട്ട് വരെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനാണ് അനുമതി. മെയ് 15 വരെയാണ് കാലാവധി. ദീർഘകാല കോൺട്രാക്ട് വ്യവസ്ഥയിൽ വൈദ്യുതി വാങ്ങാനുള്ള അനുമതിയായിരുന്നു KSEB തേടിയിരുന്നത്. കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനാന്തര വൈദ്യുതി വാങ്ങുന്നതിന് ദേശീയ തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് തിരിച്ചടിയായത്. സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. 1279.59 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജലം മാത്രമാണ് KSEB ഡാമുകളിൽ അവശേഷിക്കുന്നത്. 24 തിരുവനന്തപുരം. തിരികെ ന്യൂസ് ബ്രേക്സിലേക്ക്. ഇനി തൃശൂർ പൂരവിശേഷങ്ങളിലേക്കാണ്. പൂരാവേശത്തിൽ അലിഞ്ഞ് തൃശൂർ. പൂരപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ച് വർണ്ണവിസ്മയം തീർത്ത് കുടമാറ്റം. മേളാസ്വാദകരെ ആനന്ദത്തിൽ ആറാടിച്ച് ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവ് പഞ്ചവാദ്യവും കൊട്ടിക്കയറി ഉപചാരം ചൊല്ലിപ്പിരിയൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നാളെയാണ്. വിപിൻ സി വിജയൻ പൂരനഗരിയിൽ നിന്ന് തത്സമയ വിശദാംശങ്ങളുമായുണ്ട്. നമ്മളുടെ ടീം ഇന്ന് രാവിലെ മുതൽ തന്നെ പൂരം സമഗ്ര കവറേജാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിപിൻ, ഇന്ന് രാവിലെ നമ്മൾ ചെറുപൂരങ്ങളുടെ വരവ്, അതിനുശേഷം തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ്റെ വരവ്, പിന്നീട് മഠത്തിൽ വരവ്, കൂടാതെ ഇലഞ്ഞിത്തറ മേളം, ഇതെല്ലാം ആസ്വദിച്ചു. അതിനുശേഷം അല്പസമയം മുൻപ് നടന്ന ഇലഞ്ഞിത്തറ മേളം ഉണ്ടായിരുന്നു. പിന്നീട് കുടമാറ്റം, അത് വെട്ടിച്ചുരുക്കിയിരുന്നു. പക്ഷേ അപ്പോഴും ഒരു വർണ്ണവിസ്മയം തീർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൂടാതെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്? നാളത്തെ ഉപചാരം ചൊല്ലിപ്പിരിയലിലൂടെ പൂരം അവസാനിക്കുകയാണല്ലോ. അതേ അനുജ, ആ വർണ്ണ കാഴ്ചകൾ അതേ ഇപ്പോൾ സാങ്കേതികമായിട്ട് ഏകദേശം അത് സമാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇപ്പോൾ കുടമാറ്റവും അവസാനിച്ചിരിക്കുന്നു. ഇനി രാത്രി ഘടകപൂരങ്ങളുടെ വരവ് കൂടിയുണ്ട്. അതിനുശേഷം സാധാരണഗതിയിൽ വെടിക്കെട്ട് നടക്കേണ്ടതായിരുന്നു. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര അപകടത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. നാളെ അതിനുശേഷം ഉപചാരം ചൊല്ലി പിരിയുക എന്നുള്ളതാണ് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. അത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ മുഖാമുഖം നിന്ന് ഉപചാരം ചൊല്ലി ഇപ്രാവശ്യത്തെ പൂരം നടത്തിയതിന്, അത് പൂരം ഭംഗിയായി കൊണ്ടാടിയതിന് നന്ദി പരസ്പരം പറഞ്ഞുകൊണ്ട് അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞു ഉപചാരം ചൊല്ലിപ്പോകുന്ന ഏറ്റവും വൈകാരികമായ കാഴ്ച നാളെ അത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അതുണ്ടാകും. അതിനു മുൻപ് വളരെ ഗംഭീരമായിട്ടുള്ള പാണ്ടിമേളം നടക്കും. അത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെതും നടക്കും. ഇപ്പോഴിതാ ഈ തെക്കിൻകാട് മൈതാനം, ഇവിടെ ഒരു പുരുഷാരം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് കണ്ടത്. അവരിപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഗജവീരന്മാർ പോയിരിക്കുന്നു. 15 മിനിറ്റ് മാത്രമായിരുന്നു ഇപ്രാവശ്യത്തെ കുടമാറ്റം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴും ആ തേക്കിൻകാടിൽ നിന്ന് പോകാൻ മനസ്സില്ലാതെ, അല്ലെങ്കിൽ ആ കാഴ്ചകളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ അവർ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴും കാണാം. ഇതാണ് പുരുഷപ്രേമികളെ എപ്പോഴും തൃശ്ശൂരിലേക്ക് ആകർഷിക്കുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ അനൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരാവിലെ മുതലുള്ള ആവേശത്തിന്റെ കാഴ്ചകൾക്ക് അതൊട്ടും കുറവുണ്ടായിരുന്നില്ല. അത് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള പകിട്ടിൽ, അതിൻ്റെതായിട്ടുള്ള പവിത്രതയിൽ, അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളിൽ തന്നെ ഇപ്രാവശ്യവും നടന്നു. ആദ്യം രാവിലെ മഴയും മഞ്ഞും വെയിലും ഏൽക്കാതെ കണിമംഗലം ശാസ്താവ് ഈ തേക്കിൻകാട് മൈതാനം വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടി പൂരത്തിന് വലിയ ഒരു തുടക്കമാവുകയും ചെയ്തു. പിന്നീട് നമ്മളൊക്കെ കാത്തിരുന്നത് രാമൻ എന്നുള്ള ഒരൊറ്റ പേരിലേക്കായിരുന്നു. ആ ഗജവീരൻ, ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആ വരവ് അത് റിപ്പോർട്ട് ചെയ്തത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ആ ഒരു കാഴ്ച അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയ ആള് അത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ്. ഒരു തർക്കമില്ല അതില്. കാരണം രാമന്റെ വരവ് അത് അങ്ങ് ആഘോഷമാക്കുകയാണ് ആൾക്കാർ. രാമൻ വരുന്നു എന്നറിഞ്ഞ് 4 മണി തൊട്ട് 3:30 തൊട്ട് ചെമ്പുകാവ് ക്ഷേത്രത്തിന് മുമ്പ് വലിയ തിരക്കാണ്. ആ തിരക്ക് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ രാമനെ വരവേൽക്കാൻ വേണ്ടി വലിയ തിരക്ക്. രാമൻ പുറത്ത് പോയും അതിനുശേഷം കിഴക്കേ നട വഴി വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് കയറുന്നു. പിന്നീടാണ് ആ കാഴ്ച നമ്മൾ ഈ കാണുന്ന തെക്കേ ഗോപുര നടയിലൂടെ രാമൻ പുറത്തേക്ക് വരുന്നു. ഈ രാമൻ തൂക്കി, ഉറപ്പായിട്ട് രാമൻ തൂക്കി എന്നുള്ളായിരുന്നു ഒരു തർക്കമില്ല. കാരണം ഈ തെക്കേ ഗോപുര നട വഴി ഈ പൂരവിളംബരം നടത്തി പുറത്തേക്ക് വരുന്ന ദൃശ്യത്തിന് പ്രചാരണം കിട്ടുന്നത് 2014 മുതലാണ്. അത് 2014 മുതൽ 2020 വരെ രാമനായിരുന്നു നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി ഈ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ കാഴ്ച പിന്നെ റീൽസ് ഒക്കെ നമ്മളെല്ലാവരും കാണുന്ന കാഴ്ച ക്ലിക്ക് ആവുന്നത് അങ്ങനെയാണ്. യെസ്, അപ്പോൾ അതാ ആ രാമന്റെ വരവിന് ശേഷം നമ്മൾ പിന്നീട് കണ്ടത് മഠത്തിൽ വരവായിരുന്നു. എത്രയോ വർഷമായി കൊങ്ങാട് മധുവിന്റെ പ്രാമണ്യത്തിൽ
സാന്നിധ്യത്തിൽ നടക്കുന്ന ആ മഠത്തിൽ വരവ് നിഖിൽ പ്രമേഷ് ആയിരുന്നു. നിഖിൽ പ്രമേഷ് അവിടുന്ന് അപ്പോൾ മുതൽ സജീവമായി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ആ അനുഭവങ്ങൾ? വിപിൻ, ഞാൻ ഒരുപാട് പൂരങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും മഠത്തിൽ വരവിന് ഇതുവരെ പോയിട്ടില്ല. വിപിന് അങ്ങനെ ഒരു അവസരം തന്നപ്പോൾ ആദ്യമായിട്ട് മഠത്തിൽ വരവ് കാണാൻ പറ്റി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു 10-40 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇത് കണ്ടിട്ടുള്ള ആളുകളുണ്ട് അവിടെ. അവർ പക്ഷെ വീണ്ടും വന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു മടുപ്പില്ലാതെ കൈകളും ആകാശത്തേക്ക് ഉയർത്തി ആ താളത്തിനൊത്ത് തുള്ളാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രമേൽ അവരുടെ ഹൃദയത്തിലേക്ക് അവരതിനെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു മടുപ്പില്ലാതെ അത് ആസ്വദിക്കാൻ കഴിയുന്നത്. ആ കൊടും ചൂടിൽ ഇപ്പോൾ വൈകിട്ടത്തെ ഇലഞ്ഞിത്തറ മേള നടക്കുന്ന സമയം പോലുമല്ല, അതിന് മുൻപുള്ള ആ കൊടും ചൂടത്തെ സമയത്താണ് നടക്കുന്നത്. പക്ഷെ വലിയ ആവേശത്തിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് അത് പഞ്ചവാദ്യം മാറി പാണ്ടിയിലേക്ക് മാറുമ്പോൾ അതിന്റെ താളവും അതിന്റെ ആവേശം കുറച്ചും കൂടെ ഉയരുകയാണ്. അപ്പോൾ ഭയങ്കര രസകരമായിരുന്നു അത്. അനുജ, ഇതുപോലെ തന്നെയായിരുന്നു ഇലഞ്ഞിത്തറ. ഏകദേശം 2 മണിക്കൂറാണ് സാധാരണ ഇലഞ്ഞിത്തറ മേളമെങ്കിൽ ഇപ്രാവശ്യം അത് 2.5 മണിക്കൂറിലേക്ക് നീണ്ടു നിന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിൽ കിഴക്കൂട്ടനിയന്മാരുടെ പ്രാവീണ്യത്തിൽ അത്രത്തോളം ജനങ്ങൾ, ഏകദേശം ഒരു 1000 എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഇതിനകത്ത്, അതായത് ക്ഷേത്രത്തിനകത്ത് ഞങ്ങളുടെ ജനങ്ങൾ വിപുലമായ ടീം തന്നെ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ വിപിൻ സി വിജയൻ, നിഖിൽ പ്രമേഷ്, ശ്രീജിത്ത് ശ്രീകുമാരൻ, വിഷ്ണു, കൂടാതെ മേഘന മുരളി, ഹാഷ്മി താജ് ഇബ്രാഹിം, അങ്ങനെ സമഗ്രമായ കവറേജാണ് നമ്മൾ ഇത്തവണയും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തിരികെ ന്യൂസ് ബ്രേക്സിലേക്ക്. ആലപ്പുഴ ജില്ലാ ജയിലിൽ റിമാൻഡ് പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടറെ അസഭ്യം പറഞ്ഞ കേസിലെ പ്രതി ശരത് പ്രസാദാണ് മരിച്ചത്. അശ്വിൻ പാലാടി വിവരങ്ങളുമായി. അശ്വിൻ, കൂടുതൽ വിവരങ്ങൾ. അനുജ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് റിമാൻഡ് പ്രതിയായ ശരത് പ്രസാദിനെ സെല്ലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടുതുണി കഴുത്തിൽ കെട്ടിയ നിലയിലാണ് അയാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം ഇതിനോടകം തന്നെ സംഭവിച്ചിരുന്നു. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ വെച്ച് ഡ്യൂട്ടി ഡോക്ടറുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞത് അടക്കമുള്ള കേസുകൾ ചൂണ്ടിക്കാണിച്ച് ഡോക്ടർ തന്നെ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശരത് പ്രസാദിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതാണ്. ഇതിനു മുൻപും പല കേസുകളിലും പ്രതിയാണ് ശരത് പ്രസാദ് എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ആഭ്യന്തര പോലീസിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ജയിലിനുള്ളിൽ തൂങ്ങി മരിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനയും തുടരുകയാണ്. ആലപ്പുഴ ജില്ലാ ജയിലിലാണ് റിമാൻഡ് പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് അശ്വിൻ പാലാഴി അറിയിക്കുന്നത്. അതിനിടെ കൊച്ചിയിൽ നിന്ന് വരുന്ന വാർത്ത കവർച്ചാ കേസിലെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി എന്നതാണ്. കടവന്ത്ര പോലീസ് പിടികൂടിയ പ്രതികളെ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് കടന്നു കളഞ്ഞത്. ന്യൂസ് ബ്രേക്സ് അവസാനിക്കുന്നു. ഇനി എൻകൗണ്ടറുമായി KR ഗോപികൃഷ്ണൻ.